ഇന്ന് നമുക്കൊരു ഫ്രൈഡ് റൈസ് റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് അരി ഒരു അര കപ്പോളം അരി നമ്മൾ ആദ്യം കുതിർത്താനായിട്ട് ഇട്ട് വയ്ക്കുക. അതിനുശേഷം അരി വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. നമ്മുടെ ചോറ് ഇവിടെ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കിതിനെ ഒരു അരിപ്പ പാത്രത്തിലോട്ട് അരിച്ചെടുത്ത് വയ്ക്കാം. നമുക്ക് വെള്ളമെല്ലാം മാറ്റി ചോറൊന്ന് പതിയെ തണുക്കാൻ വയ്ക്കാം. അത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊരു 3 മുട്ട നമുക്ക് പതിയെ ഒന്ന് ചിക്കിയെടുക്കാം. നമുക്ക് ഫ്രൈഡ് റൈസിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. മുട്ട പതിയെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. നല്ല ചെറിയ ചെറിയ പീസായിട്ട് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. നമുക്ക് ഫ്രൈഡ് റൈസിലോട്ട് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാബേജ് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് സബോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നമ്മൾ ആദ്യം പൊരിച്ച് മാറ്റി വെച്ച മുട്ട, നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന ചോറ്, കുറച്ച് സോയാ സോസ്, ഇത്ര നമ്മളൊരു സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് സബോള ഇട്ട് കൊടുക്കാം, അതൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ക്യാബേജും ഇട്ട് കൊടുത്തു. പിന്നെ ക്യാപ്സിക്കവും ബീൻസ് എല്ലാം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഞാനിപ്പോൾ ഉണ്ടായിരുന്ന വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസ് ഒരു ഹാഫ് കുക്കായാൽ മതി, ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന റൈസ് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം റൈസും ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റൈസ് അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കെല്ലാം പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം പൊരിച്ച് വെച്ചിരുന്ന മുട്ട അതുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ചുകൂടി കുരുമുളക് കൂടി നമുക്ക് മൊത്തത്തിലൊന്ന് വിതറി കൊടുക്കാം. ശരിക്കും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2 പേർക്ക് കഴിക്കാനുള്ള ഫ്രൈഡ് റൈസാണ് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കിയത്.